ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 22, വിശുദ്ധ തോമസ് മൂറിന്റെ തിരുനാൾ. ലണ്ടനിൽ ജനിച്ച തോമസ് മൂർ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് കാർഡിനൽ മോട്ടറിന്റെ സംരക്ഷണത്തിൽ വിദ്യാഭ്യാസം നടത്തി. ഓക്സ്ഫോർഡിൽ 2 കൊല്ലം പഠിച്ചു. 2 കൊല്ലത്തെ പരിശീലനത്തിനു ശേഷം അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടു. 1529 ഹെൻറി 8 തോമസ് മൂറിനെ ലോർഡ് ചാൻസലർ ഓഫ് ദി എക്സ്ചക്കർ ആയി നിയമിച്ചു. ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയുടെ പരമാധികാരിയായി തന്നെ പ്രഖ്യാപിക്കാനുള്ള ഹെൻറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് 1532 തോമസ് മൂർ ഉദ്യോഗം രാജിവെച്ചു. ഇംഗ്ലണ്ടിലെ രാജാവാണ് ഇംഗ്ലണ്ടിലെ സഭയിലെ പരമാധികാരി എന്ന് സത്യം ചെയ്യാത്തതിനാൽ തോമസ് മൂറിനെ 1534 ടവർ ഓഫ് ലണ്ടനിൽ അടയ്ക്കപ്പെട്ടു. ഭാര്യ ചെന്ന് രക്തസാക്ഷിത്വത്തിൽ നിന്ന് പിന്മാറാൻ ഭർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജാവിൻ്റെ പരമാധികാരം താങ്ങി സത്യം ചെയ്താൽ എത്ര കാലം കൂടി ജീവിക്കാൻ കഴിയും? മൂറിൻ്റെ 4 മക്കളിൽ ഏറ്റവും മൂത്തവളായിരുന്ന മേരി റോപ്പർ അപ്പച്ചൻ്റെ മുൻപിൽ ചെന്ന് കരഞ്ഞു നോക്കി. 15 മാസം ജയിലിൽ കിടന്ന് ക്ഷീണിതനായ തോമസ് മൂർ കഴുകുമരത്തിലേക്ക് കയറുമ്പോൾ പറഞ്ഞു, മുകളിലേക്ക് കയറാൻ എന്നെ ഒന്ന് സഹായിച്ചേക്കൂ, താഴോട്ട് ഞാൻ തന്നെ പോന്നുകൊള്ളാം. ഒരു തമാശയും കൂടി ആ ശോകവേളയിൽ മൂർ പറഞ്ഞു. മഴുകൊണ്ട് ആരാച്ചാർ കഴുത്തു വെട്ടാൻ തുടങ്ങിയപ്പോൾ താടിമീശ പകുത്തു വച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ താടിമീശ വെട്ടിമുറിക്കല്ലേ, അത് രാജ്യദ്രോഹം ചെയ്തിട്ടില്ല. 1535 ജൂൺ 6 തോമസ് മൂറിന്റെ നാടക ജീവിതത്തിന്റെ സമാപ്തി. 1935 മെയ് 19 പിയൂസ് 11 മാർപ്പാപ്പ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ നേതാക്കളുടെ മധ്യസ്ഥനായ തോമസ് മൂറെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.